ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നും ഒരു അടിപൊളി ഡിവിഷൻ മാച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ ഓൾറെഡി ഇടാൻ പോകണത് എന്താ വെച്ചാൽ നമ്മൾ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്പോണൻറ്റ് നോക്കാം ഗൈസ്. നമ്മൾ സാധാരണ പോലെ തന്നെ 4-3-1-2 ആണ് ഇട്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ ഓപ്പോണൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു കിടിലൻ മാനേജറാണ്, ഡബിൾ ബൂസ്റ്ററാണ്, ലോങ് ബോൾ കൗണ്ടർ തന്നെയാണ് മച്ചാമാർ. ഈ ഒരു സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ഫുള്ള് വെറൈറ്റി സ്ക്വാഡാണ്. ഗോളിയാണ് നമ്മുടെ ക്യാപ്റ്റൻ, റാഫിൻ്റെ ഉണ്ട്. മൊത്തത്തിൽ എല്ലാ സ്ക്വാഡും അനിമി ബേസ്ഡ് ആണ് മച്ചാമാർ. അപ്പോൾ എന്തായാലും നമ്മുടെ മാച്ച് തുടങ്ങാൻ ഗൈസ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും മാച്ച് തുടങ്ങാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ടച്ച് അവരുടെ തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഇപ്പോൾ നിങ്ങൾ എത്ര ഡിവിഷൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാനും ബാക്കിലോട്ടായി, കാരണം ഓൾറെഡി അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം. അസ്ലാനി ഗൈസ്, പുതിയ ഓരോ പ്ലേയേഴ്സാണ്. ഗ്രീസ്മാൻ, ബെക്കാം, മെസ്സി, കഫു ഗൈസ്. ഓൾറെഡി നമ്മുടെ നിങ്ങൾ ആരെയും വേൾഡ് വൈഡൊക്കെ എടുത്തതിന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, റോബർട്ടോ കാർലോസ്, ഓക്കെ, നക്കാറ്റ ടു ജെറാഡ്, മെസ്സി ഗൈസ്. ഡേവിഡ് ബെക്കാം നടന്നില്ല ഗൈസ്, കർവാച്ചകൾ എടുത്തു മച്ചാവരെ. അപ്പോൾ 6ാം മിനിറ്റ് ആയിട്ടുണ്ട്. ടോണി ആഡംസ്, ബെക്കംബർ, ജെറാഡ് ഗൈസ്. അമരാവതോ ഗൈസ്. കുറേ പുതിയ പ്ലേയേഴ്സുണ്ട്. അസ്ലാനി, ഓരോ പ്ലേയേഴ്സുണ്ട്. ഗ്രീസ്മാൻ ഗൈസ്. ഇവരുടെ ഗോളിയാണ് ഇവരുടെ ക്യാപ്റ്റൻ കേട്ടോ. പുതിയൊരു ഗോളിയല്ല, എപ്പിക് ആയിട്ടുള്ള ഏതോ ചൈനീസ് പ്ലെയർ ആണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ബെക്കംബർ, നമ്മുടെ ടോണി ആഡംസ് ആട്ടോ ക്യാപ്റ്റൻ. ഞാൻ ഈ അടുത്തായിട്ടൊരു 3-4 കളികളോ ടോണി ആഡംസിനെയാണ് ഇട്ട് കളിക്കുന്നത് ഗൈസ്. അപ്പോൾ റാഫിൻഹ, എൻ്റെ പൊന്ന് ഗൈസ്, കിട്ടുന്ന ഒരു ഷോട്ട് മച്ചാമാരെ. അപ്പോൾ നല്ലൊരു അടിപൊളി ഷോട്ടാണ്. എന്തായാലും നമ്മുടെ പോസ്റ്റിൻ്റെ മേളിൽ കൂടെ പോയ ഗൈസ്. റാഫിൻഹാൻ്റെ ഈ ഒരു കിടിലൻ കാർഡൊക്കെ ഉള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടോ. ഞാൻ ഓൾറെഡി ഈ ഒരു കാർഡ് എൻ്റെ കയ്യിലില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഗോളിയൊക്കെ ആയാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. മാനുവൽ ന്യൂയർ ഗൈസ്. നമ്മുടെ ഈ ഒരു അനിമി മാനുവൽ ന്യൂയർ അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ് കേട്ടോ. വേണ്ടവരൊക്കെ ഇറക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അത്യാവശ്യം ഇപ്പം നല്ലൊരു കാർഡാണ്. നെർഫഡ് ആക്കിയിട്ടൊന്നും ഇല്ല. ഡേവിഡ് ബെക്കാം ടു, ഓക്കെ, മെസ്സി ടു ഗ്രീസ്മാൻ ഗൈസ്. എൻ്റെ തള്ളി എത്തിച്ചു. ബെല്ലിംഗം, റാഫിൻഹ, ബെക്കംബർ, റോബർട്ടോ കാർലോസ്, ജെറാഡ്, മെസ്സി, ഓക്കെ, ഗ്രീസ്മാൻ. അയ്യോ, സുവാരസ് ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ്, അത് കണ്ടില്ല. അസ്ലാനി ഗൈസ്. അസ്ലാനി എന്ന് പറഞ്ഞ പ്ലെയറൊക്കെ ഉണ്ട്. ടോണി ആഡംസ്, സുവാരസ്, ഗ്രീസ്മാൻ. എടാ, അടിച്ചാൽ മതിയായിരുന്നു, ഷോട്ട് അടിച്ചാൽ മതിയായിരുന്നു. നമ്മൾ ആവശ്യമില്ലാണ്ട് കളഞ്ഞു ഗൈസ്. മെസ്സി, ഓക്കെ, ബ്ലോക്ക് ചെയ്തു ഗൈസ്. ഹെർണാണ്ടസ് ഗൈസ്. കഫു, ഓക്കെ, ഒരു ത്രോ പാസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗ്രീസ്മാൻ ടു കഫു, ബെക്കാം, ജെറാഡ്, മെസ്സി ഗൈസ്. കിട്ടിയിട്ടുണ്ട്. ഇല്ല ഗൈസ്, വീണ്ടും പോയി, നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും പോയി ജെറാഡ് ഗൈസ്. ഓൾറെഡി നമ്മുടെ ഡാനി കർവാച്ചകൾ അച്ഛാമ്മ. ഈ ഒരു ഡബിൾ ബൂസ്റ്റർ മാനേജർ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടോ നമ്മുടെ ഈ ഒരു മാച്ച്. എനിക്ക് തോന്നുന്നു ഇതുവരെ ഡിവിഷൻ മാച്ചിൽ ഈ ഒരു മാനേജർ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഗൈസ്, നിങ്ങൾ ആരെങ്കിലും എന്താ പറയുക ഈ ഒരു മാനേജറിനെ എടുത്തവരൊക്കെ ഉണ്ട്, ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ നാവോലോങ്, ടോണി ആഡംസ്, ഓക്കെ, ഡേവിഡ് ബെക്കാം, ലയണൽ മെസ്സി, ഓക്കെ, വീണ്ടും എടുത്തു ഗൈസ്. അമരാവത് അച്ഛാവരെ, കഫു ഗൈസ്. ബെക്കംബറിനെ എടുത്തവരൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ബെക്കംബർ മാനേജറിനെ. ഓക്കെ, അപ്പോൾ ഗൈസ് എന്തായാലും ഒരു ക്രോസ് ആണോ? എടുത്തു ഗൈസ്. കഫു എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഓക്കെ, അവിടെ എന്തോ ഫൗളാണോ ഗൈസ്? എന്തോ അവിടെ സംഭവം വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഓഫ് സൈഡാണെന്ന് തോന്നുന്നു. ഫൗളോ എന്തോ വന്നിട്ടുണ്ട് മച്ചാമാരെ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ബെക്കംബറിനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മൾ എടുത്തിട്ടില്ല. ഞാൻ ഓൾറെഡി ഗൈസ്, എനിക്ക് ദശാംശം ഉണ്ട്. ലോങ് ബോൾ കൗണ്ടർ തന്നെയാണ് ഓൾറെഡി നമ്മുടെ മച്ചാനല്ല, ബെക്കംബറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ജിമൻസ്, റോബർട്ടോ കാർലോസ് എടുത്തിട്ടുണ്ട്. നക്കാറ്റ, റോബർട്ടോ കാർലോസ്, ഗ്രീസ്മാൻ, നക്കാറ്റ, ഓക്കെ, കഫു ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹാഫ് ടൈം വരെ നമ്മൾ ആരും ഗോൾ അടിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും മച്ചാമാരെ നോക്കുകയാണെങ്കിൽ നമ്മൾ 1-1 ഷോട്ട്. രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സ്ക്വാഡ് മാത്രം ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ ഗൈസ്, നമ്മൾ ഓൾറെഡി ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൊടുക്കുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ വെറുതെ അതൊക്കെ കൊടുത്തത് കാണിക്കുന്നില്ല. അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തു. ജെറാഡ് ഗൈസ്. എന്തായാലും നമുക്ക് ഈ ഒരു മാച്ച് ജയിക്കണം. കാരണം ഓൾറെഡി നമ്മൾ ഡിവിഷൻ മാച്ചിൽ നാവാലോന്ന് ഗൈസ് കുറേ പ്ലേയേഴ്സ് ഉണ്ട് കേട്ടോ ഈ പുതിയ ടീം ആയതുകൊണ്ട്. ഓക്കെ, ടോണി ആഡംസ്, ജെറാഡ്, നമുക്കിനി അസ്ലാനി. ഇനി നമുക്ക് പാസ് ഇട്ട് കളിക്കാം. ഓക്കെ,
സുവാരസ് ഗൈസ് കിട്ടിയിട്ടുണ്ട്. അമരാവത് ഗൈസ് ഇത് പുതിയൊരു പ്ലെയർ ആണല്ലോ. അല്ല പുതിയ പ്ലെയർ അല്ല, നമ്മൾ ഇതുവരെ ഈ ഒരു പ്ലെയറിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഒന്നും സെറ്റ് ആക്കിയില്ല. കുറേ അധികം പ്ലേയേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊരു കിടിലൻ സ്ക്വാഡ് തന്നെയായിരിക്കും. കാരണം നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു സ്ക്വാഡിൻ്റെ മാച്ച് കളിച്ചിട്ട് കൂടി ഇല്ല. ഗൈസ് സുവാരസ് കിട്ടിയിട്ടുണ്ട്. മെസ്സി ഓക്കെ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഗോൾ നമ്മൾ എന്തായാലും അടിച്ചിട്ടുണ്ട് നമ്മുടെ ഡെഷാംസിനെ വെച്ചിട്ട്. 55-ാം മിനിറ്റാണ് ഗൈസ്. ഒരു ചെറിയ സെലിബ്രേഷൻ കിടന്നിട്ട് കഴിഞ്ഞ ദിവസം ഗൈസ് നമ്മൾ ഓൾറെഡി നമ്മുടെ സാവിയുടെ ഒരു ടീമിനെ കിട്ടിയായിരുന്നു. പിന്നെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് മാനേജർ റിവ്യൂ ഇടാത്തത്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം സെറ്റാക്കി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കാൻ വെച്ചാൽ മതി. നമ്മൾ എന്തായാലും ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഓൾറെഡി ഇനിയിപ്പോൾ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിലൊക്കെ കിടിലൻ പ്ലേയേഴ്സ് കിടപ്പുണ്ട്. നിങ്ങൾ എടുത്തവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഡാനി കാർലോസിൽ പോയി ഗൈസ്. ജെറാഡ് ഗൈസ്. അപ്പോൾ ഏകദേശം 56-ാം മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു ഗോൾ ലീഡ് ഉള്ളൂ. സുവാരസ് ഓക്കെ കിട്ടിയിട്ടുണ്ട്. നക്കാറ്റ ഗൈസ് കിട്ടുമോ? അമരാവത് ഗൈസ്. ഈ അമരാവത് എന്ന് പറഞ്ഞ പ്ലെയർ കുറച്ച് പ്രശ്നമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരുന്നുണ്ട്, നന്നായി കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കഫു ഓക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഡേവിഡ് ബെക്കാം, ഗ്രീസ്മാൻ, അമരാവത് ഓക്കെ. അമരാവതിനൊക്കെ തട്ടി ജെറാഡ് വീഴ്ത്തി. ഓക്കെ ഗൈസ്. അപ്പം മെസ്സി, ടൊമാരി ഗൈസ്. ഇതൊക്കെ ഇതാ പേര് ടൊമാരി ഗൈസ്. ബെക്കാം കിട്ടിയിട്ടുണ്ട്. മെസ്സി മെസ്സി ഊഫ് എൻ്റെ പൊന്ന് ഗൈസ്. ഒരു അടിപൊളി ഷോട്ട് ഗൈസ്. ഇവന്മാരുടെ ഗോളിയാട്ടോ പിടിച്ചത് മാറ്റി. അല്ലെങ്കിൽ നല്ലൊരു കിടിലൻ ഗോളിയാണ് എന്തായാലും. മച്ചാമാരെ ഓൾറെഡി എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ബിഗ് ടൈം മെസ്സി അത്യാവശ്യം നല്ല കാർഡാണ്. ഇനി ഇത് വരികയാണ് നിങ്ങൾ എടുക്കും, ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. എന്തായാലും ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ അവർ ലൂക്കാക്കുവിനെയൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ലൂക്കാക്കുവിനെ ഇറക്കി, ബെല്ലിംഗത്തിനെ മാറ്റി, മുസൈലിനെ ഇറക്കി. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഞാൻ ഓൾറെഡി നമ്മുടെ റോബർട്ടോ കാർലോസിനെ കൊണ്ടാണ് ഫ്രീ കിക്ക് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഡേവിഡ് ബെക്കാം ഒരു പാസ്സാവാം. കഫു, സെർജിൻഹോ ഓക്കെ കിട്ടിയിട്ടുണ്ട്. ബെക്കാം ഓക്കെ ഗൈസ്. കഫുവിന് കിട്ടിയിട്ടുണ്ട്. കഫു ടു ഒരു ക്രോസ് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഗ്രീസ്മാൻ എൻ്റെ പൊന്ന് ഗൈസ്. അതാ രണ്ടുപേരും അവിടെ വീണു ഗൈസ്. അപ്പം അമരാവത് കുറച്ച് സീനായ കാർഡാണ്, കുറച്ച് കളിയുണ്ട്. ഷോർട്ട് ടൈമിൻ്റെ കാർഡാട്ടോ. അപ്പോൾ ഗൈസ് എന്തായാലും അവർക്ക് അനുകൂലമായിരുന്നു കിട്ടിയിട്ടുണ്ട്. സെയ്ഗോ നെറാസാക്കി എന്നാണ് ഇവന്മാരുടെ ഗോളിൻ്റെ പേര് ഗൈസ്. അപ്പോൾ ഈ ഒരു ഗോളിയൊക്കെ ഉള്ളവർ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മാൻ ടു ജെറാഡ് ഓക്കെ. മെസ്സി എടാ അത് വേണ്ടായിരുന്നല്ലോ, പണി പാളി. അമരാവത് ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. സെർജിൻഹോ ടു റോബർട്ടോ കാർലോസ് ടു സെർജിൻഹോ വീണ്ടും ജെറാഡ് ഗൈസ് കിട്ടിയിട്ടുണ്ട്. സുവാരസ്, സെർജിൻഹോ ഗൈസ്. ഓൾറെഡി ത്രോ പോയി ഗൈസ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഡെയിലി ഗെയിമിൽ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലെയറെ കിട്ടിയ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എത്ര ഡ്രോപ്പ് കിട്ടിയവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. കാരണം ഓൾറെഡി എനിക്ക് തോന്നുന്നു നമ്മുടെ കുറേ പേർക്ക് 5-6 ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും പ്ലെയർ എക്സ്ചേഞ്ച് വരുമ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. എന്തായാലും മച്ചാമാരെടാ കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും ഗോൾ ഇട്ടിട്ടുണ്ട്. എന്തായാലും മച്ചാമാരെ നമ്മുടെ നല്ലൊരു അടിപൊളി ഗോളായിരുന്നു എന്തായാലും നമ്മുടെ ഗൈസ്. അപ്പം അങ്ങനെ 2 ഗോളായി. എന്തായാലും നമ്മൾ 81-ാം മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പം മാർട്ടിനസ് ടു റാഫിൻഹ, സുവാരസ്, ജെറാഡ് ഗൈസ്. നമ്മൾ ഓൾറെഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ വീഡിയോ എടുത്തപ്പോൾ സ്പേസ് മാറിയതിന് ഞാൻ വീണ്ടും വീഡിയോ എടുത്തു. അതാട്ടോ ഡ്രസ്സ് മാറിയത് ഗൈസ്. അപ്പോൾ ബെല്ലിംഗം, കർവാജർ, സെർജിൻഹോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് 2 ഗോൾ ലീഡുണ്ട്. ഓക്കെ, സുവാരസിന് കിട്ടിയില്ല. ടൊമോറി എന്ന് പറഞ്ഞ ഗോളി പിടിച്ചടാ. അത് ഗോളിയല്ല, നമ്മുടെ ടൊമോറി എന്ന് പറഞ്ഞ പ്ലെയർ പിടിച്ചു. റാഫിൻഹ ഗൈസ്. ലൂക്കാക്കു മച്ചമാരെ ഈ ഒരു പ്ലെയറിനൊക്കെ നിങ്ങൾ കളിപ്പിക്കാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ലൂക്കാക്കുവിനൊക്കെ. റാഫിൻഹ ഓക്കെ നല്ലൊരു ഗൈസ്. ടോണി ആഡംസ് എന്തായാലും എടുത്തു. ബെക്കാം, അസ്ലാനി ഗൈസ്. കുറേ അധികം എന്താ പറയുക നമ്മളങ്ങനെ പേര് ഉപയോഗിക്കാത്ത കുറേ അധികം പ്ലേയേഴ്സ് നമ്മുടെ ഓപ്പോണൻ്റ് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ലൂക്കാക്കുവിനെ പിടിച്ചു. സെർജിൻഹോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു കിടിലൻ മാച്ചാണ് ഇന്നത്തെ മാച്ച്. അപ്പോൾ മച്ചാമാർ എന്തായാലും ഇതുപോലെ കിടിലൻ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇനി പുതിയതായിട്ട് കഴിഞ്ഞ് നിങ്ങൾ ജസ്റ്റ് കോമ്പോസ് കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ വരുന്നതനുസരിച്ച് മാനേജേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് റുമിയൊക്കെ വരുന്നുണ്ട്, റുമിയൊക്കെ എടുക്കണം ഗൈസ്. അപ്പോൾ എന്തായാലും എന്താ പറയുക റുമീൻ്റെ ഒക്കെ നമുക്ക് സെറ്റാക്കാൻ എന്തായാലും അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.